ഉണ്ടോ സഖേ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടോ പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മുന്തിരി കഴിക്കാൻ താല്പര്യം വന്നപ്പോ മുന്തിരി കഴിക്കാൻ ആഗ്രഹം വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഫാത്തിമയോട് ചോദിക്കുകയാണ് ഉണ്ടോ സഖേ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഒരു നാലണ നിന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരുമോ ഒരുപാട് ദിവസങ്ങളായി മുന്തിരി കഴിക്കാ എനിക്ക് വല്ലാത്ത താല്പര്യമാണ് ഫാത്തിമ ആ സമയത്ത് സഹധർമ്മിണി പറയുന്നത് എന്തെന്നറിയോ അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങു വെറും നാലണയില്ല യാചകനായെന്നോ അങ്ങീ നാട് ഭരിക്കുന്ന രാജാവാണ് അങ്ങീ നാടിന്റെ അമീറാണ് ഒരു നാലണ പോലും സ്വന്തമായിട്ട് കയ്യിലില്ലെന്ന് പറയുകയാണോ ഒരു നാലണ പോലും സ്വന്തമായിട്ട് കയ്യിലില്ലെന്ന് പറയുകയാണോ ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുകയാ പ്രാണസഖി നന്നായറിയാം പ്രാണസഖി നന്നായറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ ഞാൻ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയാണ് ഞാൻ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയാ പക്ഷെ എന്തേതെന്ന് പറയാൻ എന്റെ കയ്യിൽ നാരണ പോലുമില്ല എന്റെ കയ്യിൽ നാരണ പോലും എടുക്കാനില്ല എന്ന് പറയുമ്പോ ഫാത്തിമ പറഞ്ഞു എന്റെ കയ്യിലും ഇല്ല അങ്ങനെ ആ ആഗ്രഹം സാധിക്കാതെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹി ലോകത്ത് ജീവിക്കുകയാ പ്രിയമുള്ളവരെ ഞാനിത് പറഞ്ഞത് നമ്മുടെ മുൻഗാമികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അത് വളരെ കുറവായിരുന്നാലും അതിൽ തൃപ്തിപ്പെട്ട് അവരൊക്കെ സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് ജീവിച്ചു നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിരിപ്പുകളോ ഫർണിച്ചറുകളോ ഒന്നും നബിയുടെ വീട്ടിലുണ്ടായിരുന്നോ ഇന്ന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വിരിപ്പുകൾ നമ്മുടെ വീടുകളിൽ കിടക്കാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന വിരിപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്ന വിരിപ്പുകൾ അങ്ങനത്തെ വിരിപ്പുകളോ ഫർണിച്ചറുകളോ ഒന്നും പ്രവാചകന്റെ വീട്ടിലുണ്ടായിരുന്നില്ല നബി തങ്ങളുടെ ശരീരത്തിന്റെ പാട് വീഴ്ത്തിയ പനയോലപ്പായ മാറ്റി വിരിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചവരോട് വേണ്ട എന്നാണ് പ്രവാചകൻ